കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി വീണ വിജയൻ ശരിക്കും കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. വീണ വിജയൻ നടത്തിയിട്ടുള്ള സകല ഇടപാടുകളുടെയും കുഴി തോണ്ടാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ SFIO. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു. കരിമണൽ കമ്പനിയായ CMRL കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് 8 സ്ഥാപനങ്ങൾ കൂടി സംശയ നിഴലിലാണ്. ഈ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് SFIOയ്ക്ക് കൈമാറിക്കഴിഞ്ഞു. ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം. പ്രമുഖ സമുദായ സംഘടനകളും ഇതിൽ വരും. എക്സാലോജിക്ക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര്, തുക, കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ SFIO ചൂണ്ടിക്കാട്ടിയിരുന്നു. എക്സാലോജിക്ക് CMRL ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്ന വിധിയിൽ വീണ വിജയന് കുരുക്കായി ഹൈക്കോടതി പരാമർശങ്ങൾ ഏറെയുണ്ട്. തീർത്തും നിയമപരമായാണ് കേസ് SFIOയ്ക്ക് കൈമാറിയതെന്ന് വിധി പ്രസ്താവത്തിൽ പറയുന്നു. അന്വേഷണ ഏജൻസികൾ ഇടപാടുകളിൽ നിയമലംഘനമുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയെങ്കിൽ തുടരന്വേഷണത്തിന് അവരുടെ കയ്യിൽ കൂച്ചുവിലങ്ങിടില്ലെന്ന് ഹൈക്കോടതി സംശയലേശമന്യേ വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട്. CMRL ഉടമ ശശിധരൻ കർത്ത MD ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സാലോജിക്ക് 2015-19 77.6 ലക്ഷം രൂപ ഈട് കൂടാതെ വായ്പയെടുത്തതിലെ ദുരൂഹതകളും ചർച്ചയിലുണ്ട്. 2016-17 നൽകിയ 37.36 ലക്ഷം രൂപയിൽ 25 ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിലുള്ളൂ. ബാക്കി 12.36 ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. ഇതും SFIO അന്വേഷണത്തിൽ നിർണായകമാകും. കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക്ക് ഉയർത്തിയ പല വാദഗതികളെയും പാടെ തള്ളുകയാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന വിധി പ്രസ്താവത്തിൽ. ഒരു പേനയുടെ വരകൊണ്ട് പോലും അന്വേഷണം റദ്ദാക്കാനോ തടയാനോ കോടതി ശ്രമിക്കില്ലെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. കേസിന്റെ വ്യാപ്തിക്ക് ആനുപാതികമായ അന്വേഷണമല്ലേ ഇതെന്ന എക്സാലോജിക്കിന്റെ വാദവും കോടതി തള്ളി. അന്വേഷണം അങ്ങനെ തീരുമാനിക്കാനുള്ള ഘട്ടമായിട്ടില്ല. പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്ന നിയമപരമായ അന്വേഷണം തടയുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടതില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഉത്തരവ് പഠിച്ച ശേഷമേ തുടർ നടപടികളിലേക്ക് എക്സാലോജിക്ക് കടക്കൂ. കർണാടക ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോയാലും സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശങ്ങൾ വീണ വിജയനെയും ഇടത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കും.